ഹായ് ഹലോ ഏഞ്ചലോയ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയം എന്ത് ചിന്തയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എന്ത് ചിന്തയിൽ കൂടിയാണ് ഈ ഒരു സമയം കടന്നു പോകുന്നത്? കിങ് ഓഫ് കോയിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ മെസ്സേജോ അതിനെക്കുറിച്ചെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷങ്ങൾ ഉണ്ടായിരുന്നു എന്നും അവർ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് നല്ലൊരു പോസിറ്റീവ് തിങ്കിങ് ആണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവിടെ 7 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയ ബൗണ്ടറി സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജുകൾ വന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഈ നല്ല റിലേഷൻഷിപ്പിലേക്ക് ബൗണ്ടറി സെറ്റിങ് വന്നിരിക്കുന്നത്? ഓക്കെ, ഒരു ബ്ലോക്ക് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, ഇവിടെ 3 ഓഫ് കോയിനാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബൗണ്ടറി സെറ്റിങ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ജോലി സംബന്ധമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇടയിൽ ചില വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായതായി കാണുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു ചീറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പേരൻസിനോ ഏതെങ്കിലും ലവ് തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടോ നിങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവരുടെ ഉള്ളിൽ അതിലവർക്ക് കുറ്റബോധമുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇവിടെ തരുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിലേക്ക് തിരികെ വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിലേക്ക് തിരികെ വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് ഡബിളിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ചില വ്യക്തികൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഡബിൾ അവിടെ ബ്ലോക്കേജ് ഉണ്ടാക്കിയിരിക്കുന്നു, തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ ഈ ഒരു ഫ്രണ്ടിൽ തീ പടർത്തിരിക്കുകയാണ്. നിങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല. അവർക്ക് സ്നേഹമുണ്ട്, കപ്പ് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട്. പക്ഷേ ഡെവിള് മുന്നിൽ തീ പടർത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ അവരുടെ ലോകം തന്നെയാണ്. നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നറിയാം. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തേർഡ് പാർട്ടി ഇവിടെ ഡെവിളിനെ ഇവിടെ നിങ്ങളുടെ മുന്നോട്ടുള്ള വഴിയെ തടസ്സപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.